സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് SSCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള സയൻസ് ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? 20%. 20%. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങൾ ഏവ? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങൾ ഏവ? അമിനോ ആസിഡുകളാണ്. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 20. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ്? എസെൻഷ്യൽ അമിനോ ആസിഡുകൾ 9 എണ്ണമാണ്. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എത്ര എണ്ണമാണ്? 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. ഇനി എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് ലഭിക്കുന്നത്. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ. പ്രത്യേകം നോട്ട് ചെയ്യുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് ലിപ്പോ പ്രോട്ടീനുകളാണ്. ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകൾ. ലിപ്പോ പ്രോട്ടീനുകളാണ് കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത്. എന്താണ് ലിപ്പോ പ്രോട്ടീനുകൾ? കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോ പ്രോട്ടീനുകളായി തരം തിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? 2 തരമാണുള്ളത്: LDL, HDL എന്നിവ. ചീത്ത കൊളസ്ട്രോൾ അറിയപ്പെടുന്നത് എന്താണ്? ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, LDL. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് ഊർജം നൽകുക എന്നതാണ് കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം. ശരീരത്തിന് ഊർജം നൽകുക. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം ഏതാണ്? കാർബോഹൈഡ്രേറ്റുകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത ചോദ്യം: അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അയോഡിൻ ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്? അന്നജമാണ്. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റിന്റെ പേരാണ് അയോഡിൻ ടെസ്റ്റ്. അന്നജമുള്ള ഭക്ഷണവസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്താണ്? അന്നജമുള്ള ഭക്ഷണവസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഇരുണ്ട നീല നിറമാണ്. ഇരുണ്ട നീല നിറം. അന്നജത്തിന്റെ അളവിനനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അന്നജമുള്ള ഭക്ഷണവസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഇരുണ്ട നീല നിറമാണ്.
അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ എന്ത് സംഭവിക്കുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ക്യോഷിയോക്കർ, മരാസ്മസ് എന്നിവ. അപ്പൊ ക്യോഷിയോക്കർ എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്? പ്രോട്ടീൻ. അതുപോലെ മരാസ്മസ് എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്? പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളാണ് ക്യോഷിയോക്കർ, മരാസ്മസ് എന്നിവ. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ഏത് വിഭാഗത്തിൽ പെടുന്ന വിളകളാണ്? ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്ന വിളകളാണ്? പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ് മില്ലറ്റ്സ്. പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ്? പരീനയും അരിയും ഗോതമ്പും ഇവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ചെറുധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ. പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ. റാഗി, ബജ്ര, തിന, ചോളം, ചാമ എന്നിവ പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങളാണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏത്? ശരീര നിർമ്മാണത്തിനും അതുപോലെ വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീനാണ്. പ്രോട്ടീൻ. മാംസം, മത്സ്യം, മുട്ട, പാൽ, പയർ വർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജം നൽകുന്നത്? ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ കഴിക്കുന്നു. ഇതിലേതാണ് കൂടുതൽ ഊർജം നൽകുന്നത്? കൊഴുപ്പാണ് കൂടുതൽ ഊർജം നൽകുന്നത്. കൊഴുപ്പ്. കൊഴുപ്പിൻ്റെ ഒരു രൂപം കൊളസ്ട്രോൾ. അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്തിൻ്റെ രൂപമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ബി. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിൻ സി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്, അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ. വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പോൾ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നത് വിറ്റാമിൻ എ, ഡി, ഇ, കെ. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു ഏതാണ്?
ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു അയൺ ആണ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്നത് കാൽഷ്യമാണ്. കാൽഷ്യം. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ഏത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു അയഡിനാണ്. അയഡിൻ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു കാൽഷ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്നു നിശാന്തത. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്കർവി. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥ ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ബി. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നു? വിറ്റാമിൻ ഡി. അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ശരീരത്തിൽ അയോഡിൻ്റെ കുറവുണ്ടായാൽ വരുന്ന രോഗം. അയോഡിൻ്റെ കുറവുണ്ടായാൽ വരുന്ന രോഗം ഗോയിറ്റർ. ശരീരത്തിൽ അയോഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. കലോറി. ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. 1900 മുതൽ 2400 കലോറി വരെ. ഒരു സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? ഒരു സ്ത്രീക്ക് 1600 മുതൽ 2000 കലോറി ഊർജം ആവശ്യമാണ്. 1600 മുതൽ 2000 കലോറി വരെ. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ എന്ത് വിളിക്കുന്നു? ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ് എന്നത്. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ്. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ. അപ്പം ശരീരത്തിൽ കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ് എന്നത്. മാക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ. ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങൾ. ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്. സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്. സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് അസ്ഥിക്കൂടമാണ്. എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട്? തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ്? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. 22 അസ്ഥികൾ. തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. കീഴ്ത്താടിയെല്ല്. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര്. നട്ടെല്ലിലെ അസ്ഥികളാണ് കശേരുക്കൾ. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരെന്താണ്? കശേരുക്കൾ. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത്? എത്ര ജോഡി വാരിയെല്ലുകൾ?
12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. 12 ജോഡി വാരിയെല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. അപ്പൊ ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക? 300ഓളം അസ്ഥികളാണ് ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുക. പിന്നീട് അസ്ഥികളുടെ എണ്ണം കുറഞ്ഞാണ് വരുന്നത്. കുറഞ്ഞ് 206 അസ്ഥികളാകുന്നു. ജനന സമയത്ത് 300 അസ്ഥികൾ. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗമാണ് അസ്ഥിസന്ധി എന്ന് അറിയപ്പെടുന്നത്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗമാണ് അസ്ഥിസന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി ഏത്? അപ്പൊ നമുക്കറിയാം, കൈമുട്ടിലെ സന്ധി അതുപോലെ കാൽമുട്ടിലെ സന്ധി നമുക്ക് ഒരു വശത്തേക്ക് മാത്രമാണ് ചലിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ സന്ധി അറിയപ്പെടുന്നത് വിജാഗിരി സന്ധി എന്നാണ്. കൈമുട്ടിലെയും കാൽമുട്ടിലെയും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി. അടുത്ത ചോദ്യം, എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജനാണ്. വിൽഹെയിം കോൺറാഡ് റോഡ്ജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. അദ്ദേഹം ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം ഏതാണ്? എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895 വില്യം റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895. വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ 1895. എക്സ്റേക്ക് മാംസപേശികളുടെ കടന്നു പോകുവാൻ സാധിക്കുമോ? എക്സ്റേക്ക് മാംസപേശികളുടെ കടന്നു പോകുവാൻ സാധിക്കുമോ? സാധിക്കും. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. അടുത്ത ചോദ്യം, എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? ഇല്ല, എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ചെവിക്ക് എത്ര ഭാഗങ്ങളാണുള്ളത്? നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങൾ. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതെല്ലാമാണ്? മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നീ അസ്ഥികൾ എവിടെയാണ്? മധ്യകർണത്തിലാണ്. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികളാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നിവ. ഇനി ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത് മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനമാണ്. മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനമാണ് ശബ്ദം കേൾക്കാനായിട്ട് സഹായിക്കുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. തുടയെല്ലാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം. ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഇപ്പം മനുഷ്യൻ്റെ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ് ആണ്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നു പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്തായിരിക്കും?
തറയിലിരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥിതികോർജം. സ്ഥിതികോർജം എന്താണ്? ഒരു വസ്തുവിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഊർജം, സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. U-235. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം U-235. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുവാൻ കാരണം? ശൂന്യതയിലെ ശബ്ദത്തിന് സഞ്ചരിക്കുവാനായിട്ട് കഴിയില്ല. ബഹിരാകാശത്ത് ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാനായിട്ട് റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് കിരണം. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചത് എന്നാണ്? അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015. തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം ചലന ജഡത്വം. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. മനുഷ്യനാദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ആണ്. 1969. റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം സുഷുമ്ന ആണെങ്കിൽ അത്തരം റിഫ്ലക്സുകൾക്ക് പറയുന്ന പേര്? സ്പൈനൽ റിഫ്ലക്സുകൾ. സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകൾക്ക് പറയുന്ന പേരെന്താണ്? സെറിബ്രൽ റിഫ്ലക്സുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സവിശേഷ കോശങ്ങൾ കൊണ്ടാണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സവിശേഷ കോശങ്ങൾ കൊണ്ടാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റുകളാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളികളുടെ ആവരണമാണ് മെനിഞ്ചസ്. സെറിബ്രത്തിന്റെ ഗ്രേ നിറമുള്ള പുറം ഭാഗത്തിന് പറയുന്ന പേര് കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തിന് പറയുന്ന പേര് മെഡുല. ഉൾഭാഗമാണ് മെഡുല. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്ന സുഷുമ്ന നാഡികളുടെ എണ്ണം 31 സുഷുമ്ന നാഡികൾ എത്രയാണ്? 31. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ്.
ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ. ആംശിക സേചനം. ആംശിക സേചനം. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോട്ട്സ്. ക്ഷയരോഗം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.